നിങ്ങളുടെ ഡേറ്റ് ടൈം ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണ് നോക്കാം. സാധാരണ ഒരു കമ്പ്യൂട്ടർ പ്രവർത്തിക്കുമ്പോൾ ആ കമ്പ്യൂട്ടറിൽ ഒരു ബാറ്ററിയുടെ സഹായത്താൽ ഡേറ്റും ടൈമും അപ്ഡേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. ഈ ബാറ്ററിക്ക് സിമോസ് ബാറ്ററി എന്നാണ് പറയുന്നത്. സിസ്റ്റത്തിനകത്ത് കാണുന്ന ഒരു സെല്ലിൽ ബാറ്ററി ഉണ്ടായിരിക്കും. സിമോസ് ബാറ്ററി വീക്കാവുമ്പോൾ കൃത്യമായ ടൈമിങ്ങോ കൃത്യമായ ഡേറ്റിങ്ങോ വന്നോളണമെന്നില്ല. ഇപ്പോൾ നമുക്കിവിടെ ഡേറ്റ് ടൈം ചേഞ്ച് ചെയ്യാനായിട്ട് ഈ കാണുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ പ്രത്യക്ഷപ്പെടുന്നതിൽ നമുക്ക് ഇന്നത്തെ ഡേറ്റ് അതുപോലെ തന്നെ ടൈം കാണാനായിട്ട് സാധിക്കും. ഇത് മാറ്റങ്ങൾ വരുത്തുന്നുണ്ടെങ്കിൽ ചേഞ്ച് ഡേറ്റ് ആൻഡ് ടൈം സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ വരുന്ന ഭാഗത്തു നിന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള മാറ്റങ്ങളായിട്ട് വരുത്താനായിട്ട് സാധിക്കും. ടൈമും ഡേറ്റും ചേഞ്ച് ചെയ്യാനായിട്ട് ചേഞ്ച് ഡേറ്റ് ആൻഡ് ടൈം എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഒരു അഡ്മിനിസ്ട്രേഷൻ എന്താ പറയുക, ഒരു അനുമതി ആവശ്യമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രത്യക്ഷപ്പെടുന്നത്. അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള ചേഞ്ചസ് വരുത്താം. ഇപ്പോൾ 30 ആണെങ്കിൽ 30 കൊടുക്കുക. ഡേറ്റ് കൊല്ലങ്ങൾ മാറ്റാനായിട്ട് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൊല്ലങ്ങൾ മാസങ്ങൾ മാറി വരുന്നതായിട്ട് കാണാൻ പറ്റും. ഓരോ മാസങ്ങൾ കഴിയും തോറും 2010 നമുക്ക് തിരിച്ചു പോകാനായിട്ട് ഈ ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചു പോകുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഫെബ്രുവരി, ജനുവരി നമുക്ക് ആവശ്യമുള്ള ഡേറ്റ് ക്ലിക്ക് ചെയ്യാം. ഇതുപോലെ തന്നെ ടൈം മാറ്റാനായിട്ട് ഇവിടെ സെലക്ട് ചെയ്തിട്ട് ടൈം കൊടുക്കുക. 5 കൊടുക്കുക കീബോർഡിൽ, അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഈ കാണുന്ന ഏരോ കൂട്ടി കൊടുക്കുക. അതുപോലെ തന്നെ മിനിറ്റ്, സെക്കൻഡ് മാറ്റാനായിട്ട് ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. സെക്കൻഡ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ കൊടുക്കുക. ഇതുപോലെ തന്നെ നമ്മൾ സോണ്, നമ്മൾ എവിടെ വർക്ക് ചെയ്യണമെന്നുള്ള സോണ് ഇവിടെ കാണാൻ പറ്റും. അതിന് നമ്മളുടെ GMT, ഗ്രീനിച്ച് മീൻ ടൈം എന്ന GMT ഉപയോഗിച്ചിട്ടാണ് ടൈം സെറ്റിങ്സ് നടക്കുന്നത്. നമ്മളുടെ ടൈമിംഗ് കിടക്കുന്നത് ചെന്നൈ, കൊൽക്കത്ത ബേസ് ചെയ്തിട്ടുള്ള ടൈം, ഇന്ത്യയിലെ മൊത്തം സ്റ്റാൻഡേർഡ് ടൈമാണ് ഉപയോഗിക്കുന്നത്. നമുക്കിവിടെ ഈ സോൺ ചേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇതിൽ നിന്ന് സോൺ സെലക്ട് ചെയ്തിരിക്കാം. ഇപ്പോൾ നമ്മൾ അമേരിക്കയിലാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ദുബായിലാണെങ്കിൽ ദുബായ് എന്നുള്ള ഒരു സ്ഥലം കാണാൻ പറ്റും. ദുബായിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. കെയ്റോ, ബെയ്റൂട്ട്, അമ്മാൻ. ബെയ്റൂട്ട് മീൻസ് ഇറാഖ്. കെയ്റോ ഈജിപ്ഷ്യനിലാണെങ്കിൽ ഈജിപ്ഷ്യൻ കൊടുക്കുക. ജെറുസലേം, ഇവിടെ അടിയിൽ ബാഗ്ദാദ്, ഇറാഖ്, കുവൈറ്റ്, റിയാദ്, മോസ്കോ, അബുദാബി. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഗ്രീനിച്ച് ടൈം അബുദാബിയിൽ 4 മണിയാണുള്ളത്. അപ്പോൾ നമ്മളുടെ ടൈം അനുസരിച്ചിട്ടായിരിക്കും അവിടുത്തെ ടൈം സെറ്റിങ് വരുന്നത്. ഓക്കെ കൊടുക്കുക. അപ്പോൾ അവിടുത്തെ ടൈമിങ് ചേഞ്ച് ചെയ്തിട്ട് വരുന്നതായിട്ട് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്ന ടൈമിന് അനുസൃതമായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ടൈം ഡിഫറൻസ് മറ്റു രാജ്യങ്ങളുമായിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ദുബായും ഇവിടെ തമ്മിൽ 1.5 മണിക്കൂറിൻ്റെ വ്യത്യാസമാണുള്ളത്. ആ ടൈം അവിടെ കൃത്യമായിട്ട് നമുക്ക് കാണിക്കും. സോൺ ചേഞ്ച് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ചെന്നൈ, ഇന്ത്യയിലാണെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ 5:30, ദുബായിയുടെ ടൈം 4 മണി. അപ്പോൾ 1.5 മണിക്കൂറിൻ്റെ ഡിഫറൻസ് നമുക്ക് കാണാനായിട്ട് പറ്റും. സെലക്ട് ചെയ്യുക. ഓക്കെ കൊടുക്കുക. വീണ്ടും ക്ലിക്ക് ചെയ്ത് ടൈം ഡേറ്റ് ചേഞ്ച് ചെയ്യാനായിട്ട് സെലക്ട് ചെയ്യാനായിട്ട്